ഈ പുരോഹിതരെ ആരെയാണ് അവർക്ക് സംശയം എന്നുള്ളത് അവിടെ അവരെ സെമൻ ടെസ്റ്റ് നടത്തിക്കൂടെ? ഈ കൊച്ചിന്റെ വചനിക സ്വഭാവം അവർ ടെസ്റ്റ് നടത്താൻ പറ്റാത്ത കാര്യമില്ലല്ലോ. CBI അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് അതിനകത്ത് റിപ്പോർട്ടിലുണ്ട് കൊച്ചിന്റെ വജൈന എങ്ങനെയായിരുന്നു. ഒരു കന്യാസ്ത്രീമാരും ട്യൂട്ടറും കൂടെ ക്ലീൻ ചെയ്ത് ബെറ്റാഡിൻ ലോഷൻ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത് അവർ ചോദിക്കുന്നുണ്ട്, മുറുമുറുക്കുന്നത് ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. കോപ്പി പിടിച്ച് നാണക്കേടുകൊണ്ട് പോയിട്ട് ഈ പരിപാടി നടത്തിയിട്ടാണോ കെട്ടിത്തൂങ്ങിയത്? ഒരു ജഡ്ജി അത് വാക്കാലെ ചോദിച്ച കാര്യമാണ്. അതെല്ലാം വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ പുരുഷ ബീജം ഉണ്ടെന്നുള്ളത് അത് ഈ 6 മാസത്തിന് കൊണ്ട് കണ്ടുപിടിച്ച കാര്യം പെട്ടെന്ന് തന്നെ അവർക്ക് ഇത് തെളിയിക്കാൻ പറ്റാണ്ടാണോ? ലേസറിന് വള്ളി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്, വാച്ച് പൊട്ടിയിട്ടാണ് കിട്ടിയേക്കണത്. ഇതൊക്കെ തെളിവുകൾ ആരെയും മറക്കേണ്ടത്? ഏത് ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കേണ്ടത്? അപ്പൻ്റെ ഫോണിലേക്കാണ് വിളി വരണത്. അപ്പൻ്റെ ഫോണിൽ വിളി വരുമ്പോൾ അപ്പനതെടുത്ത് മാറുമ്പോൾ ഞാൻ ഫോൺ മേടിക്കാൻ എന്താ പറയണതെന്ന് അറിയുമ്പോൾ അവരോട് ഞാൻ മറുപടി പറയാമെന്ന് പറയുമ്പോൾ അപ്പൻ അത് മേടിച്ച് അപ്പം തന്നെ കേൾക്കാറുണ്ട്. പക്ഷെ അപ്പന് നല്ല ഭീഷണി ഉണ്ടായിരുന്നുള്ളത് പല കാര്യം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇനിയിപ്പോൾ അച്ഛന്മാരാണോ ആരാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആളെന്നോട് പറയും, ഇനി ഞാൻ ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടന്ന് പറയുമ്പം മോനെയും കൊലക്കി കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട് അപ്പൻ. അപ്പോൾ അപ്പന് ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ അതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കാറില്ല. ഇവർ 3 ആൾ ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ. ജിസാമോൾ എന്ന നേഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചിട്ട് 20 വർഷം പിന്നിടുമ്പോൾ അമ്മയും ആങ്ങളയും ഇന്നും നീതിക്ക് വേണ്ടി പോരാടുകയാണ്. ജോബിൻ ചേട്ടൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതായത് പെങ്ങൾ മരിച്ചിട്ട് 20 വർഷമായി, മരണമല്ല അത് കൊലപാതകമാണ്. അന്ന് കുറേ കാരണങ്ങൾ നിരത്തിയിട്ടുണ്ട്, തെളിവ് നിൻ്റെതാണെന്ന്. എനിക്ക് തോന്നുന്നു 2019 എത്രയിലെ ചേട്ടൻ ഇട്ടിരുന്ന പോസ്റ്റ് 23-ലല്ലേ? എന്നിട്ട് ആരൊക്കെയോ അത് വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ടാണ് ചേട്ടാ അത് നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും അതിന്റെ പുറകെ നടന്നിട്ടും ആളുകൾ ശ്രദ്ധിക്കാത്തത്? വലിയ ഉദാഹരണമാണല്ലോ നമ്മുടെ എല്ലാം പള്ളിയുടെ കേസിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അവരുടെ അടിയിൽ വരുന്ന എല്ലാം ഇവര് തേച്ചു മാച്ചുകൊണ്ട് നടക്കുന്നു. അത് തന്നെയാണ് ഇവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും നമ്മൾ നിരത്തിയിട്ടും തെളിവുകൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും അത് വെച്ച് പോലും അവർ തെളിയിക്കാൻ അവർ തയ്യാറാവുന്നില്ല. ചേട്ടൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ മകള് മരിച്ച ദിവസത്തെ കാര്യങ്ങൾ തൊട്ട് അമ്മ പറഞ്ഞിട്ടുമുണ്ട്. ചേട്ടൻ അന്നത്തെ ദിവസം അതെന്താണെന്നൊന്ന് പെട്ടെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ആ സംഭവ ദിവസം ഞാനിവിടെ ഇല്ല. ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ്. പക്ഷെ അപ്പോൾ അതും അതിന് ശേഷമാണ് ഞാൻ അറിയണതും എല്ലാം. എന്നെ ഒരു ആക്സിഡന്റ് എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ച് വരുന്നതും ഞാൻ ഇവിടെ എത്തുന്നതും. എന്നെ അങ്കിളെ വിളിച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യായിരുന്നു, വന്ന് കൊണ്ടുവന്നു. അങ്ങനെയാണ് സംഭവം ഞാൻ അറിയുന്നത്. അത്രേ എനിക്കും അറിയുള്ളൂ. കൂടുതലായിട്ട് പിന്നെയുള്ള കാര്യങ്ങൾ, പിന്നീടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും പിന്നെ എൻ്റെ പഠിത്തത്തിൻ്റെ ഒന്നും ബാധിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു അപ്പച്ചനും അമ്മച്ചും ഒന്നും എന്നെ അറിയിച്ചിട്ടില്ല അധികമൊന്നും. അതിന്റെ പുറകെ ഇവരാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നെ അധികം ഒന്നും അറിയിക്കാണ്ട് ഞാൻ പഠിക്കട്ടെ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് അവരവിടെ എന്നെ അതിന് അറിയിക്കാതെ കുറെ കാര്യങ്ങൾ കൊണ്ടുനടന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ചേട്ടൻ അതിന് വേണ്ടിയിട്ട് നിരന്തരം എന്താ പറയുക, അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ നീതി എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. കാരണം ഒരു ചേട്ടനാണെങ്കിലും പറയാൻ പറ്റും, അമ്മ ഇത്രയും വർഷമായില്ലേ, കഴിഞ്ഞത് കഴിഞ്ഞു, മറന്നിട്ട് ജീവിക്കാമെന്നുള്ളത് നിൽക്കാണ്ട്. മൂത്തൊരു ചേച്ചിയും കൂടി ഇല്ലേ, അനിയത്തി, അവരും ഇതിൽ ഇങ്ങനെ തന്നെയല്ലേ ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയി ഏതറ്റം വരെ പോകാന്നല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ? എവിടം വരെ നമ്മൾ ഏതറ്റം വരെയാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്ന, ഏത് ചറ്റത്തും അറ്റം വരെ പോവാൻ തെളിയുന്നത് വരെ. എന്തായിരുന്നു മകൾക്ക് സംഭവിച്ചത്? മോളെ ജിസമോളെ പാവർട്ടിയില് സാൻ ജോസ് ഹോസ്പിറ്റലിലാണ് നമ്മൾ പഠിക്കാൻ പറ്റിരുന്നത്. ഫൈനൽ ഇയർ ആയിരുന്നു. 12 ദിവസമുള്ളൂ ഫൈനൽ ഇയർ എക്സാമിന്. അപ്പോൾ മോഡൽ എക്സാം ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞതാണ്. 8 ദിവസം മുന്നേ അവള് വീട്ടിൽ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം അത് വരുമെന്ന് നമുക്കറിയാം. അങ്ങനെ നമ്മളെ അറിയിച്ചിട്ടാണ് അത് ഇവിടെ. അപ്പം അവർ വിടും എന്നുള്ള ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു ആഴ്ച മുന്നേ എനിക്ക് അവിടെ കാണാൻ പോകേണ്ട ദിവസമായിരുന്നു. അപ്പം ഞാനവിടെ കാണാൻ ചെന്നപ്പം ആ സിസ്റ്റർ പറഞ്ഞു, മോള് നാളെ വീട്ടിലോട്ട് വരാനിരിക്കുമായിരുന്നല്ലോ, പിന്നെ എന്തിനാ കാണാൻ പറ്റില്ല. അപ്പം കാണേണ്ട ദിവസമാണ്, മാസത്തിലൊരിക്കലും നമുക്ക് കാണാനും പറ്റുള്ളൂ. അത് ചില ഓരോ ദിവസങ്ങളുണ്ട്. അപ്പം ആ ദിവസം നോക്കിയിട്ട് നമ്മൾ പോകുന്നത്. മോളെ ഇന്ന് കാണാൻ നിന്നാൽ വീട്ടിലോട്ട് വിടില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് കൊണ്ടുവന്നത് കൊടുത്തേച്ചിട്ട് പൊക്കോളാം, കാണാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അത് കൊടുത്തേൽപ്പിച്ചിട്ട് ഞാൻ പോന്നു. പിറ്റേന്ന് അവൾ വീട്ടിൽ വന്നു. ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ വേണ്ടി പോയി. അപ്പച്ചൻ അവളെയും കൂട്ടി, ഞങ്ങളിവിടെ അമ്പക്കാട് മുതൽ ഒരു ടൈലറിങ് ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അപ്പച്ചനും അവളും കൂടെ ഈ പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ പോയി. അപ്പോൾ ആ ഹാളിൽ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവളുടെ താഴെയുള്ള കൊച്ച് അശ്വിനിയുടെ ഹോസ്റ്റലിൽ നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ അപ്പച്ചനും മോളും കൂടെ അവിടെയും കൂടെ പോയി അവളെയും കണ്ടു, അവിടുത്തെ പ്രിൻസിപ്പാളിനെയും കണ്ട് സംസാരിച്ചിട്ടാണ്. അപ്പോൾ അവളെയും കൂടെ അന്ന് ഇവളിവിടെ വീട്ടിൽ നിൽക്കുന്നുണ്ട് ഒരു ദിവസം. അപ്പോൾ അവളെയും കൂടെ വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ആ പ്രിൻസിപ്പാൾ അവർക്ക് എക്സാം നടക്കുമായിരുന്നു, അത് കാരണം കൊണ്ട് അന്ന് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ തിരിച്ചു പോന്നു. അപ്പച്ചനും അവളും കൂടെ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി നൂല് മേടിക്കാനൊക്കെ കടയിലായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് നൂല് മേടിച്ച് ഇവിടെ വന്ന് അവർ നേരെ ഈ ഹാളിൽ വന്ന് ഐഡൻറ്റിറ്റി കാർഡിൻ്റെ എടുക്കേണ്ട ഫോട്ടോസും എടുത്ത് തിരിച്ചു ഇവിടെ വന്നു. ഇവിടെ വന്ന് കടയിൽ വന്നിറങ്ങി അവൾ എൻ്റെ കൂടെ. അപ്പച്ചൻ വേഗം ഇങ്ങോട്ട് പോന്നു. ഞാൻ കട അടച്ച അവളെയും കൂട്ടി വീട്ടിൽ വന്ന് ഇവളുടെ 2-3 ഫ്രണ്ട്സിനുള്ള ഭക്ഷണം വീട്ടിൽ വന്ന് ഉണ്ടാക്കി എടുത്ത് ചോറും പൊതിഞ്ഞ് ഇലയിൽ പൊതിഞ്ഞ് കെട്ടി കൊടുത്ത് വിട്ടു കറി. അപ്പോൾ ഈ തലേ ദിവസം വന്നപ്പം ചിക്കൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതും വറുത്ത് ഈ പിള്ളേർക്കുള്ള ഭക്ഷണം കൂടെ ആയിട്ട് കൊടുത്തു വിട്ടതാണ്. അന്നാണ് അവൾ ലാസ്റ്റായിട്ട് വന്നു പോയേക്കണേ. ID കാർഡ് എടുക്കാൻ വന്നതാണ്. അതെ, 27-ന് വന്നു, 28-ന് തിരിച്ചു കൊണ്ടുപോയി വിട്ടു. അപ്പം ഇത് അപ്പച്ചനാണ് കൊണ്ടുപോയി വിട്ടേക്കണേ അവിടെ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് പറഞ്ഞു അവളവിടെ കൊണ്ടാക്കിയിട്ടുണ്ട്, പ്രിൻസിപ്പാളിനെ കണ്ട് പറഞ്ഞിട്ടാണ് അപ്പച്ചൻ പോന്നേക്കണത്. അപ്പോൾ അവിടെ എത്തിച്ചത് നമുക്കറിയാലോ ഏത് സമയത്താണെന്നുള്ളത്. അങ്ങനെ അന്നാണ് ലാസ്റ്റായിട്ട് അവൾ വീട്ടിൽ വന്ന് പോയേക്കണത്. അപ്പം ഇവർ അന്ന് ശേഷം പരീക്ഷ ഇതിൽ നടക്കുന്ന സമയത്തൊന്നും മോഡൽ എക്സാം ഉണ്ട് എന്നുള്ളതൊക്കെയാണ് അവൾ പറഞ്ഞേക്കണത്. ഈ പരീക്ഷ 12 ദിവസം മുന്നേ ഈ വന്ന് പോയേക്കണത്. പിന്നെ ഇവരവിടുന്ന് എന്തെങ്കിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചറിയിക്കണ്ടേ. അങ്ങനെ വിളിച്ചവർ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഈ പള്ളിയിലെ കുറച്ച് കർട്ടൻ തയ്ക്കാൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അത് കഴിഞ്ഞ് തയ്ക്കാനുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തയ്ച്ചത് വെച്ചത് ഞാൻ തലേ ദിവസം വിളിച്ച് പറഞ്ഞു. ഈ ഡിസംബർ 4-ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ പള്ളിയിലെ വികാരി തങ്കച്ചൻ ഞാളിയത്ത് ആണ് ഫോൺ എടുത്തത്. അപ്പം തയ്ക്കാൻ തന്നത് സെമിനാരി പള്ളിയും കൂടെയാണ്. അപ്പോൾ ഷാജിയച്ചനാണ് തയ്ക്കാൻ ഏൽപ്പിച്ചേക്കണത്. അപ്പോൾ ഷാജിയച്ചനോട് പറഞ്ഞേരെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേരേന്ന് പറഞ്ഞു. അപ്പോൾ തങ്കച്ചൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് തങ്കച്ചനോടെ ഉണ്ട്, ലാൻഡ് ഫോണിലേക്കാണ്, പള്ളിയിലെ ലാൻഡ് ഫോണിലേക്കാണ് ഞാൻ വിളിച്ച് പറഞ്ഞേക്കണത്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇവർ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ആരും വിളിക്കുക, പാവർട്ടിയിൽ നിന്ന് ആരും വിളിക്കുക ഒരു കാര്യം ഉണ്ടായിട്ടില്ല. കടയിൽ പിന്നെ ഒരു 10-10:30 കൂടിയാണ് ഞാൻ ചെന്നേക്കണത്. അപ്പോൾ കടയിൽ വേറെ പിള്ളേർ തയ്യൽ പഠിക്കുന്നവരുണ്ട്, തയ്ക്കാനുള്ള ഒരു ചേച്ചിയൊക്കെ ഉണ്ട്. അപ്പോൾ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ ഡിസംബർ 5-ന് അവിടെ കടയിൽ ചെല്ലുന്ന അതുവരെ ആരും വീട്ടിൽ ലാൻഡ് ഫോണാണുള്ളത്. ഈ ഫോണിലോട്ട് ആരും വിളിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഒരു കുട്ടിയുടെ വീടുണ്ട്, അവിടെ പഠിക്കുന്ന ജീസമ്മളുടെ ജൂനിയർ ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട് പഠിക്കുന്നത്. അവരുടെ വീട്ടിലോട്ടാണെങ്കിലും അറിയിച്ചാൽ നമ്മളെ അറിയിക്കും. ഇവർ ഒരു വിളിയും പറച്ചിലും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കടയിൽ ചെന്നപ്പോഴാണ് ഈ പള്ളിയിലെ കൈക്കാരൻ അന്നത്തെ കപ്പ്യാർ, ഒരു ജോസ് എന്നാണ് പേര് ആ ചേട്ടൻ കടയിലോട്ട് വന്നപ്പം ഞാൻ വിചാരിച്ചത്, ഞാൻ തലേദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ തയ്ച്ച് വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതെടുക്കാനായിരിക്കും ആ ചേട്ടൻ വന്നേക്കണേന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, നീ തയ്ച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടനത് കൊണ്ടോക്കോ, സൈക്കിളിനാണോ വന്നേക്കണേന്ന് ഞാൻ ആ ചേട്ടനോട് വെറുതെ പരിചയം പോലെ അങ്ങനെ ചോദിച്ചു, കൊടുത്തു വിട്ടു. അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുപോയി എടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചീനെ അച്ഛൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാനോർത്ത് വീണ്ടും തയ്ക്കാൻ തരാനുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ തരാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കും ചെല്ലാൻ പറഞ്ഞു. ഞാൻ വന്നേക്കാം, ചേട്ടൻ പൊക്കോന്ന് പറഞ്ഞ് ചേട്ടന് വിട്ടു. അപ്പോൾ ആ തയ്യൽ പഠിക്കുന്നവരോട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളത് പറഞ്ഞും വെച്ച് കൊടുത്തിട്ട് ഞാൻ ഈ തയ്ച്ചതിൻ്റെ ബില്ലും എടുത്ത് ഒരു കുടയും എടുത്ത് തൊട്ടടുത്ത ഷോപ്പിലാണ് പള്ളി. അപ്പോൾ അങ്ങോട്ട് അവിടെ ചെന്ന് ആ ഗേറ്റിൻ്റെ അവിടെ എത്താറായപ്പോൾ ഈ കപ്പ്യാർ വീണ്ടും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തിരിച്ചു പോയി. ഞാൻ ചെന്ന് ബെല്ലടിച്ചപ്പം ചേട്ടൻ കയറി വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ആ ചേട്ടൻ വന്ന് കയറി ചെല്ലാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നപ്പോൾ ഈ പാവർട്ടിയിലെ പ്രിൻസിപ്പാള്, വേറൊരു സിസ്റ്റർ, പിന്നെ ഒരു ചേട്ടൻ. അപ്പോൾ ഈ ഷാജി അച്ഛനാണ് അവിടെ ഉള്ളത്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കണ്ടപ്പോൾ പാവർട്ടിയിൽ എൻ്റെ മോള് പഠിക്കുന്ന സ്ഥലത്ത് സിസ്റ്ററാണല്ലോ. അപ്പോൾ സിസ്റ്റർ എന്തോ സിസ്റ്റർ ഇവിടെ നിന്ന് പരിചയം പോലെ ചോദിക്കുകയാണ്.
അപ്പോൾ ഈ പ്രിൻസിപ്പാളിൻ്റെ മകമൊക്കെ വല്ലാണ്ടിരിപ്പുണ്ട്. അവർ ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. അപ്പോൾ ഈ ഷാജി അച്ഛനാണ് പറയണത് മോൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് അപ്പോൾ ഞാൻ ചോദിച്ചു ആക്സിഡൻ്റ് എങ്ങനെയാണ് അവൾക്കുണ്ടാവണേ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇതൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ എറിഞ്ഞു കളഞ്ഞിട്ട് ഞാൻ ചോദിച്ചു സിസ്റ്റർ എൻ്റെ കൊച്ചിന് എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ ഈ സിസ്റ്ററിനെ പിടിച്ച് കുലുക്കി. അപ്പോൾ ഈ സിസ്റ്റർ അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ് ആക്സിഡൻ്റ് ഉണ്ടായി, മോള് പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു, സൂയിസൈഡ് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഈ പ്രിൻസിപ്പാളിനെ പിടിച്ച് ഇതെല്ലാം എറിഞ്ഞു കളഞ്ഞിട്ട് പ്രിൻസിപ്പാളിനെ പിടിച്ച് കുലുക്കിയിട്ട് ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അവൾ കൈയും കാലും ആകെ മുറിച്ച് ആകെ ബ്ലഡാ, ഒന്നും കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വേഗം ഇവരവിടെ പിടിച്ചിരുത്തിയിട്ട് ചേച്ചിനെ കൊണ്ടുപോക്കാന്നാണ് ഈ അച്ഛൻ പറയണത്. ആസ്പത്രിയിലോട്ട് അവരുടെ അടുത്തോട്ട് പാവട്ടിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ നമ്പർ ചോദിച്ചു. ഞാൻ അപ്പൻ്റെ നമ്പർ അപ്പൻ ലൈനടുത്ത നമ്പർ പറഞ്ഞു കൊടുത്തു. അത് കാണാൻ എനിക്ക് അറിയണമായിരുന്നു, അതുകൊണ്ട് അത് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല. അപ്പോൾ ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ സിസ്റ്റർ ഇപ്പം ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് എന്നെ വേഗം അവർ പിടിച്ച് വണ്ടി കയറ്റി. അവർ വണ്ടിയായിട്ട് വന്ന് കിടന്നിരുന്നേ. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഈ കടയിലോട്ട് അവരാരും വരിക വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ കപ്പ്യാരെ വിട്ടിട്ട് ഈ തയ്ക്കേണ്ട കാര്യത്തിൽ ഈ ഇത് വാങ്ങിക്കാൻ വന്നേക്കണതാണ് അവർ ചെയ്തേക്കണത്. നമ്മൾ പള്ളിയിലോട്ട് എത്തിക്കണം. സാധാരണ രീതിയിൽ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മുടെ ഇത്രയും ഈ പാവർട്ടി സാൻ ജോസ് ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ നഴ്സിംഗ് സ്കൂളിൽ നിന്ന് ഇവിടം വരെ എത്താൻ 3 മണിക്കൂറോളം വേണം. 20-30 കിലോമീറ്റർ അടുത്തുണ്ട്. അവർ അവിടെ നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വന്നിട്ടാണ് നമ്മളിത് അറിയിക്കണത്. അങ്ങനെയാണോ സാധാരണ രീതിയിൽ അറിയിക്കുക? അങ്കിൾ അവിടെ ലോക്കൽ ഗാർഡിയനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു അങ്കിളെ ചിറ്റാട്ടുകരയില്, ആന്റണി ചിറ്റാട്ടുകര. പുള്ളീനെ പോലും വിളിച്ചറിയിച്ചിട്ടില്ല. കൂടാണ്ട് അന്ന് അപ്പനെ അല്ല വിളിച്ചത്. അങ്ങനെ ആരെയും അവിടെ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുള്ളവർ ആരും വിളിക്കുന്നില്ല. നേരെ വന്ന് നമ്മുടെ ഇടവക പള്ളിയിലേക്ക് വന്ന് അവരവിടെ വന്ന് കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് എന്തോ സാധാരണ പോലെ വന്ന് നമ്മളെ അറിയിച്ച്, അമ്മേനെ അറിയിച്ചു. നമ്മ സാധാരണ അത് അറിയുന്നില്ലല്ലോ, അറിയാത്ത പോലെ അത്ര സമയം അവിടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു വ്യക്തി അറിയിക്കുന്നത് ഇങ്ങനെയാണോ? ചേട്ടായി ശരിക്കും ചേട്ടായി വിശ്വസിക്കുന്നത് അത് എന്താണെന്നാണ്? ജീസമോളുടെ മരണം എങ്ങനെയാണെന്നാണ് വിശ്വസിക്കുന്നത്? അത് കൊലപാതകം. കാരണം ഒന്ന് സെമൻ കണ്ടെത്തി, പിന്നൊന്ന് ബ്ലഡ്, പിന്നെ പല രീതിയിലുള്ള ഒത്തിരി തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. പീഡനത്തിനിടയിൽ പീഡിപ്പിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് CBIയുടെ റിപ്പോർട്ടുകളിൽ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അമ്മയുടെ ഇരിക്കുന്ന ഫയലും തരുക. ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവർ അന്വേഷണം നടത്തിയിട്ടില്ല. ഹോസ്റ്റലിൽ കയറാൻ തന്നെ അവർക്കല്ലാണ്ട് ഇപ്പൊ ഞാൻ പോയാൽ പോലും, സ്വന്തം ആങ്ങളായിട്ട് ഞാൻ പോയാൽ പോലും ഒരു സാധനം അവരുടെ ഹോസ്പിറ്റലിലേക്ക് മുകളിലേക്ക് എത്തിക്കാൻ പോലും അവര് സമ്മതിക്കില്ല. അവര് തന്നെ വലിച്ച്, അവര് ലിഫ്റ്റും ഇല്ല ഒന്നുമില്ല, വലിച്ചു കയറ്റി മുകളിൽ എത്തിച്ചിരിക്കണം അവര് തന്നെ. നമ്മളൊരു ആണുങ്ങളെ ഒരാളെ പോലും അവരുടെ റൂമുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കാൻ പോലും അത്ര വെയിറ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് എത്തിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. കാണാൻ ചെല്ലുന്ന നമ്മൾ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ എന്റെ കയ്യിലിരിക്കുന്നത് ഒരു നോവലോ കാര്യങ്ങളോ ഒന്നുമല്ല. ജിസമോൾക്ക് വേണ്ടിയിട്ട് അപ്പനും അമ്മയും സഹോദരങ്ങളും നീതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടത്തിന്റെ ഓരോ തെളിവുകളാണ് അല്ലേ അമ്മേ? ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളത് വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്ത തെളിവുകളല്ലേ ഇത് മുഴുവൻ? അതെ, ഈ പോലീസിന്റെ കയ്യിലുള്ള തെളിവ് തന്നെയാണിത്. അതെ, അവര് തരണമെങ്കിൽ തന്നെ നമ്മള് വിവരാവകാശ നിയമപ്രകാരം എഴുതി കിട്ടിയ പേപ്പറുകളുണ്ട്. അതിനുശേഷം ഇവര് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലും ഇത് തന്നെയാ, അതേ കാര്യം തന്നെ നമ്മുടെ കയ്യിലുള്ളത്. അവരുടെ കയ്യിൽ കിട്ടിയേക്കുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് അന്വേഷണം നടത്തിയാൽ മതി. CBI കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്ന പോലെ. അതെ, ഇവർക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് ഇതില് നല്ല സംശയങ്ങളുണ്ട്. അവര് പുരോഹിതരായതുകൊണ്ടാണ് അവരെ അതിന് വേണ്ട വിധം അവർ തെളിവുകൾ അന്വേഷണം വെച്ചിട്ട് നടത്തിയിട്ടില്ല. ആ തെളിവ് അനുസരിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇവള് ഈ തൂങ്ങി നിൽക്കുന്ന ഫാനിൽ കെട്ടിയ ഇതൊക്കെ ഇവർ പെട്ടെന്ന് ഈ പോലീസുകാർ വന്നിട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരൊക്കെ നമ്മളെ ഫോട്ടോ കാണിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്നൊന്ന് കാണിക്കും. അതിൽ നമ്മൾ ഒന്നോടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാണിച്ച് നമ്മളെ പെട്ടെന്ന് മാറ്റുകയാണ് ചെയ്യുന്നത്. അവർ തരുന്നില്ല, അതിൻ്റെ ഒരു കോപ്പി ചോദിച്ചാൽ നമുക്ക് തരുന്നില്ല. എന്നിട്ട് അത് നമ്മളോട് സ്റ്റുഡിയോയിൽ പോയി മേടിച്ചോളാൻ പറയും. സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ അവര് പറയുന്ന അത് പോലീസ് ഞങ്ങൾ ചെല്ലുന്നതിന് തൊട്ടും അന്ന് തന്നെ ഇവർ പറഞ്ഞ അന്ന് തന്നെ പോയി ചോദിക്കുമ്പോൾ പോലീസ് മേടിച്ചോണ്ട് പോയി. അവർ മേടിച്ചോണ്ട് പോയ കാര്യമാണ് നമ്മളോട് അവിടെ ചെന്ന് മേടിക്കാൻ പറയുന്നത്. നെഗറ്റീവ് അടക്കം അവർ മേടിച്ചോണ്ട് പോയി. പിന്നെ അതിനകത്ത് CBIയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് ഈ സ്റ്റുഡിയോയിലെ ഫോട്ടോ എടുത്ത ആള് പറഞ്ഞത് ഇത് ആസ്പത്രി അതോറിറ്റി അവര് തന്നെ മേടിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഇതെങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? അപ്പൊ ഈ തെളിവുകൾ അവർ ഒളിപ്പിക്കുകയല്ലോ ചെയ്തേക്കണേ. ഇതിലെല്ലാം സംശയങ്ങളുണ്ടെന്ന് ഞാൻ അന്നേരം പോലീസുകാരോട് പറയുന്നുണ്ട്. ഈ ഷാള് മുറിച്ചതിലും
ഫാനിന്റെ മുകളിൽ നിന്നായിട്ടുള്ളതാണ് കാണുന്നത്. ഫാനില് കെട്ടി തൂങ്ങിക്കഴിഞ്ഞാൽ ആ ഷാളിന് അത്രയധികം നീളവും ഇല്ല. ഞാൻ തയ്ച്ചു കൊടുത്ത ഡ്രസ്സുകളാണത്. ആ ഷാളിന് അത്ര നീളവും ഇല്ല. അതും എനിക്ക് അതൊക്കെ ഞാൻ ഇവരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ പറയുന്നുണ്ട്, അവള് ഇതിന്റെ വള്ളി പോലും കെട്ടാൻ, പാന്റിന്റെ വള്ളി പോലും ഇവരോട് പറഞ്ഞിട്ട് കെട്ടി കൊടുക്കാറുണ്ടെന്ന്. ആ ആളാണ് ഈ ഫാനിൽ കയറി കെട്ടി ഇത് ഇങ്ങനെ ഇത്രയും ഉര കൊടുക്കിട്ട് കെട്ടി ഇതാക്കണത്. കോപ്പി അടിച്ച് പിടിച്ചപ്പോൾ ജിസാമോൾ ആത്മഹത്യ ചെയ്തു അല്ലേ? ആ നാണക്കേടുണ്ട്. എന്നാൽ കോപ്പി അടിച്ച പേപ്പർ കാണിക്കാൻ അവർക്കില്ലല്ലോ. 17 കുട്ടികൾ, 18 കുട്ടികൾ, 20 കുട്ടികളാണ് ആകെ ആ ബാച്ചിലുള്ളത്. അതില് 17 കുട്ടികളുടെ പേപ്പർ ഇവരുടെ കയ്യിലുണ്ട്. 2 കുട്ടികൾ ഇയർ ബാക്ക് ആയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ 18 കുട്ടികൾ ജിസാമോള് പെടും. അപ്പൊ ഈ 17 കുട്ടികളുടെ പേപ്പറുകൾ ഇവരുടെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആൻസർ പേപ്പർ പരീക്ഷ എഴുതിയത്. ജിസാമോളുടെ പേപ്പർ മാത്രം ഇല്ല. അത് അന്നത്തെ വികാരിയച്ഛൻ പോൾ പൈപ്പള്ളി ഡയറക്ടർ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ആ പേപ്പർ മാത്രം നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. അതെങ്ങനെയാണ് നഷ്ടപ്പെടണേ? എന്റെ കൊച്ചിന്റെ അല്ലേ പേപ്പർ കാണേണ്ടത്? ഇവര് ആരെയാണോ ഇത് പറയണ ആ കൊച്ചിന്റെ പേപ്പറല്ലേ അത് കാണിക്കേണ്ടത്? അതല്ലേ അവര് സൂക്ഷിക്കേണ്ടത്? ആ പേപ്പർ ഇല്ല. ബാക്കിയുള്ള കുട്ടികൾ എക്സാം എഴുതിയ പേപ്പർ അത് മാത്രം നഷ്ടപ്പെട്ടു. അന്ന് എഴുതിയ കോപ്പി എഴുതിയിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ? കോപ്പി അടിച്ചാൽ ഉപയോഗിച്ച പേപ്പറുകൾ വേറെ എസ്ഐയും മറ്റേ CI ഒക്കെ ആയിട്ട് കാണിച്ചു തന്നു. അവൾ എഴുതിയ പേപ്പർ ഏതാന്നുള്ളത് അവിടെ ഇല്ല. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. കോപ്പി അടിച്ച് പിടിച്ചെന്ന് പറയുന്ന ട്യൂട്ടർ പറഞ്ഞില്ല. ട്യൂട്ടർ ലിൻഡ. അതന്ന് അത് കന്യാസ്ത്രീ അല്ല, അത് കല്യാണം കഴിച്ച അന്ന് കല്യാണം കഴിച്ചിട്ടില്ല ആ ടീച്ചറുടെ. ആ ടീച്ചർ പറയുന്നത് കോപ്പി എഴുതി കൊണ്ടുവന്ന പേപ്പർ ഈ കൂടെ വെച്ച് പിൻ ചെയ്യാനായിരുന്നു ട്യൂട്ടർ പറയുന്നു. അത് തന്നെ SIയും പറയുന്നു പിൻ ചെയ്യാനായിരുന്നു. പക്ഷെ പ്രിൻസിപ്പാളാണ് പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞു. ഈ പ്രിൻസിപ്പാള് പറഞ്ഞത് തുണ്ടമായ പേപ്പറിലാണ് എഴുതി കൊണ്ടുവന്നേ. ദിവസം പരീക്ഷ ഉണ്ടായിരുന്നോ? ഇതൊന്നും നമുക്കറിയില്ല. ഉണ്ടായിരുന്നില്ല എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ജിസാമോള് കൊല്ലപ്പെട്ട ദിവസത്തെ മോഡൽ എക്സാം നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് റീ മോഡൽ എക്സാം ആണ്. അങ്ങനെ എന്തിനാ ഒരു മോഡൽ എക്സാം? എന്നിട്ട് ഇവര് പറയുന്നത് കുട്ടികൾ എല്ലാരും തോറ്റത് കൊണ്ട് വീണ്ടും അവരുണ്ടാക്കിയെന്നാണോ? ഈ മോഡൽ എക്സാമിന് വേണ്ടി ഇത്രയും വലിയ കഷ്ടപ്പെട്ട് പഠിക്കാത്ത കൊച്ചൊന്നുമല്ല അവള് പഠിച്ചോണ്ട് നല്ല മാർക്ക് മേടിക്കുന്ന കൊച്ചു തന്നെയാണ്. മരണം നടന്നത് ഏകദേശം കോപ്പി അടിക്കുന്ന കാര്യങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമില്ലാത്ത മറ്റുള്ള പിള്ളേരെയൊക്കെ അവള് ഇങ്ങനെ പറയാറുള്ളതാണ്. കോപ്പി എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരാരെയും ചെയ്യുകയാണെങ്കിൽ. മരണം എപ്പോഴായിരുന്നു നടന്നത്? ഇതല്ലേ അവര് പറയുന്ന പോലെയാണ് നമ്മൾക്ക് അറിയുള്ളൂ. അല്ലാണ്ട് അവർ ആ സമയം, അതായത് പരീക്ഷ എഴുതാൻ കണ്ടുവിട്ട നമുക്ക് കെട്ടി തൂങ്ങിന്ന് പറയുന്നു. അവരാണ് ഇറക്കിയേക്കണത്. അതിനകത്തൊന്നും സമയം ഇത് തന്നെ പറഞ്ഞേക്കണത് 11:40 പോസ്റ്റ്മോർട്ടം. അതിനകത്ത് പ്രത്യേകിച്ചല്ല, ഇവരുടെ റിപ്പോർട്ടിലാണ് അതുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സമയമില്ല, ഏകദേശ സമയം പറയുന്നില്ല. ഇല്ല, അത് ഇവര് പറഞ്ഞിട്ടുള്ള സമയമാണ്. അപ്പം ഇതിനകത്തുണ്ട് ഈ പറയുന്ന ജിസമോളുടെ, അതിപ്പോ അമ്മ പറഞ്ഞ പോലെ ഈ കോപ്പി അടിച്ച കാര്യങ്ങള് എന്നിട്ട് ഈ പ്രിൻസിപ്പാൾ ഒന്ന് പറയുന്നു, ട്യൂട്ടർ ഒന്ന് പറയുന്നു, വേറെ തരത്തില് SI വേറൊന്ന് പറയുന്നു. ഈ പിന്നെ എന്നിട്ട് ഈ പരാതിയും കൊണ്ട് ഞങ്ങൾ IG സന്ധ്യയുടെ അടുത്ത് പോയി. ആ സന്ധ്യ മേഡത്തിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ സന്ധ്യ പറഞ്ഞത് കുന്നംകുളം DYSPനെ വിളിച്ചിട്ട് ഇവരുടെ സംശയം തീർത്തു കൊടുക്കുന്നവർ. അവിടെ ചെന്ന് കുന്നംകുളത്ത് പോയപ്പോ DYSP വേഗം പാവർട്ടിന്ന് പ്രിൻസിപ്പാളിനെയും അവരെ വിളിച്ചു വരുത്തിയിരിക്കുക സംശയം തീർക്കാനായിട്ട്. അന്നേരം ഇവര് പറഞ്ഞത് വേറെ ഒരു 7-8 ഷീറ്റ് പേപ്പർ എന്നിട്ട് അത് വെച്ച് കോപ്പി അടിക്കുകയായിരുന്നു. ഇതിൽ ആര് പറഞ്ഞതാ ശരി? ഇതിൽ ആരാ നുണ പറയുന്നത്? ഇവരാണോ പുണ്യവന്മാര്? കയ്യും കൂപ്പി സിസ്റ്റർ പറഞ്ഞ ചെറിയ ചെറിയ പേപ്പറുകള്, വേറൊരു SI പറഞ്ഞത് ആകെ 2 പേപ്പർ. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ഉള്ളവര് പറയണത് വേറെ മേലുദ്യോഗസ്ഥ, അതിലും മേലുള്ള ഉദ്യോഗസ്ഥർ പറയണത് 5, 6, 7 ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു കൊച്ചു എഴുതിയ പേപ്പറിന്റെ കാര്യമാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്. ഇതിലേതാ ശരി? ഇനി ഇതെല്ലാം ഇതിന് വ്യക്തമായിട്ട് ഒരു കാര്യം ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ പറയുമ്പം ഹൈക്കോടതിയിൽ വെച്ച് ഒരു ജഡ്ജി ചോദിച്ചതാ, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. ആ കോപ്പി അടിച്ച് പിടിച്ച് നാണക്കേടോട് കെട്ടിത്തൂങ്ങി നിങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിനെ മോള് പുരുഷ ബീജം അതിനകത്ത് ഉണ്ടെന്നുള്ളതല്ലേ? പേപ്പർ കോപ്പി അടിച്ച് പിടിച്ച് നാണക്കേടോണ്ട് പോയിട്ട് ഈ പരിപാടി നടത്തിയിട്ടാണോ കെട്ടിത്തൂങ്ങിയത്? ഒരു ജഡ്ജി അത് വാക്കാലെ ചോദിച്ച കാര്യമാണ്. എന്നിട്ട് പോലും ഇവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റണില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നോ ശമം കണ്ടെത്തി എന്നുള്ളതാണ്. അതിനകത്ത് ഇതിന്റെ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്.
ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. അത് കെമിക്കൽ ലാബ് കാക്കനാട് നടത്തിയപ്പം കിട്ടിയ റിസൾട്ടിലാണ് എല്ലാം പോസിറ്റീവ്. അതെല്ലാം വ്യക്തമായിട്ട് ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ പുരുഷ ബീജം ഉണ്ടെന്നുള്ളത് അത് ഈ 6 മാസത്തിന് കൊണ്ട് കണ്ടുപിടിച്ച കാര്യം പെട്ടെന്ന് തന്നെ അവർക്ക് ഇത് തെളിയിക്കാൻ പറ്റാണ്ടാണോ? ഈ പുരോഹിതരെ ആരെയാണ് അവർക്ക് സംശയം എന്നുള്ളത് അവരെ സെമൻ ടെസ്റ്റ് നടത്തിക്കൂടെ? ആൾക്കാർ ജീവനോടെ ഉണ്ടല്ലോ. ഈ കൊച്ചിന്റെ വചനയിൽ സ്വഭാവം അവർ ടെസ്റ്റ് നടത്താൻ പറ്റാത്ത കാര്യമില്ലല്ലോ. എന്നിട്ട് ഈ 20 വർഷക്കാലം നീട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെല്ലാം മറയിട്ട് CBI അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് അതിനകത്ത് റിപ്പോർട്ടിലുണ്ട് കൊച്ചിന്റെ വജൈന എങ്ങനെയായിരുന്നു. കന്യാസ്ത്രീമാരും ട്യൂട്ടറും കൂടെ ക്ലീൻ ചെയ്ത് ബെറ്റാഡിൻ ലോഷൻ കഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ഇത് വ്യക്തമായിട്ട് ഇത് അവർ ചോദിക്കുന്നുണ്ട്, മുറുമുറുക്കും ഇതെന്താ ഇങ്ങനെ ഇരിക്കണേന്ന്. കല്യാണം കഴിഞ്ഞ ഒരാൾക്ക് എന്തായിട്ട് വ്യക്തമായിട്ട് അറിയാലോ ഇതെന്താ അവിടെ സംഭവിച്ചേക്കണേന്നുള്ളത്. ബെറ്റാഡിൻ ലോഷൻ കൊണ്ട് എന്തിനാ തുടക്കണത്? ഈ ഷഡിയും ഈ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ലേസറിന് വള്ളി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. വാച്ച് പൊട്ടിയിട്ടാണ് കിട്ടിയേക്കണത്. ഇതൊക്കെ തെളിവുകൾ ആരെയും മറക്കേണ്ടത്? ഏത് ദൈവത്തിനെ നമ്മൾ വിശ്വസിക്കേണ്ടത്? നൈറ്റിയൊക്കെ ആരുടെയാ ഇവിടെ ഇടിച്ചേക്കണത്? നൈറ്റി ഒന്നും അവൾക്കില്ല. ഈ അടിവസ്ത്രങ്ങളെല്ലാം ഊരി മാറ്റിയാലാണ് ഒരു ഡോക്ടർമാര് നോക്കുള്ളൂ. അടിവസ്ത്രത്തിന്റെ ഇതൊക്കെ ഈ മലമൂത്രം പോയിട്ടാണ് ഇത് ഡ്രസ്സ് മാറിയത് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറയുന്നു. എന്നാൽ പിന്നെ ആ ഷഡിയില് മലത്തിന്റെ കാര്യം പറയുന്നില്ലേ, സെമൻ മാത്രമേ പറയുന്നുള്ളൂ. ഷഡിയില് സെമൻ ഉണ്ടായിരുന്നു, വജയില് സ്വാബ് ഡ്രസ്സ് നടത്തിയപ്പോൾ അതിലും സെമൻ ഉണ്ടായിരുന്നു. അതിന് ഇവർക്ക് സെമൻ ഇവര് പുറത്തുനിന്നുള്ളവരുടെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഡ്രസ്സിലുള്ളത് മുഴുവൻ B പോസിറ്റീവാണ്, കെമിക്കൽ. ഇത് തന്നെ നമ്മൾ എന്തോരം പറഞ്ഞതിന് ശേഷം ഇവര് പോലീസുകാർ നോക്കണേന്ന് അറിയൂ ആ ടെസ്റ്റ് നടത്തണത്. അത് നടത്തിച്ചപ്പോൾ കിട്ടിയപ്പം ഡ്രസ്സിലുള്ള ബ്ലഡ് മുഴുവനും B പോസിറ്റീവ്. അപ്പൊ ഈ B പോസിറ്റീവ് എൻ്റെ മുകളിലെ ബ്ലഡ് O പോസിറ്റീവ്. ഇവരെല്ലാവരും ഞങ്ങളുടെ 5 പേരുടെയും ബ്ലഡ് O പോസിറ്റീവാണ്. അപ്പൊ B പോസിറ്റീവിന്റെ ആളെ എന്തുകൊണ്ട് അവർ കണ്ടുപിടിക്കുന്നില്ല? എന്നിട്ട് അവർ അത് ചെയ്യുന്നതിന് പകരം അവർ ഡ്രസ്സ് മാറ്റിയിട്ട് ഡ്രസ്സിൽ ഓയാക്കി വീണ്ടും തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ഹൈദരാബാദിൽ പോയി ടെസ്റ്റ് നടത്തുക. ഡ്രസ്സിലെ ബ്ലഡാണ് അവർ മാറ്റണത്. അപ്പൊ ഇതിലേതാ ശരി? ആദ്യം നടത്തുന്ന ടെസ്റ്റ് ആ കെമിക്കൽ ലാബിലെ ടെസ്റ്റിന് എന്താ തെറ്റാന്ന് ഇവർ പറയണത് മാത്രമാണ് എല്ലാവർക്കും വിശ്വസിക്കുക. രണ്ടാമത് ഈ ടെസ്റ്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ഒരു CBI അന്വേഷണം അവരുടെ റിപ്പോർട്ടിന്റെ ഒരു അടിസ്ഥാനത്തിൽ അതിനകത്ത് പറഞ്ഞേക്കണ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവര് ഒരന്വേഷണം കൂടെ വെക്കാൻ എന്തുകൊണ്ട് തരുന്നില്ല? ആ ഒരു അന്വേഷണം കിട്ടിയാലല്ലേ നമുക്ക് അത് ചൂണ്ടിക്കാണിച്ച് തന്നെ പറയുന്നത്. നമ്മുടെ വക്കീൽമാർ ഈ കാര്യങ്ങളെല്ലാം ഇത് പറയാം. നമ്മളിതെല്ലാം ഈ രേഖാമൂലം കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഇവരെ ഏൽപ്പിക്കുന്നുണ്ട്, വക്കീൽമാരെ ഏൽപ്പിക്കുന്നുണ്ട്. അത് വെച്ച് ഇവർ പറയുമ്പോൾ ജഡ്ജ്മെന്റിൽ ഇതൊന്നും വരുന്നില്ല. ആത്മഹത്യയാക്കി മാറ്റുകയാണ് മൊത്തം. പിന്നെ അതിലുള്ള ഈ സെമന്റ് ആളാരാണോ, ഈ ബ്ലഡ് ഫസ്റ്റ് കണ്ടുപിടിച്ചതിന്റെ B പോസിറ്റീവുകളുടെ ആരാണോ, ഇതൊന്നും കണ്ടുപിടിക്കാനുള്ള ആ ദിക്കിലേക്ക് അവരവിടെ പോറുപോയില്ല. ഇവര് എന്നിട്ട് റിപ്പോർട്ട് കൊടുക്കണ കൈ മുറിച്ച് ബ്ലഡ് ഒഴുകി എന്നിട്ട് മരിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പോയി കെട്ടി തൂങ്ങി റിപ്പോർട്ടുകൾ ഇങ്ങനെ ശരിക്കും കൊടുക്കുന്നുണ്ട്. എന്നാ പിന്നെ ഈ B പോസിറ്റീവ് എന്റെ കൊച്ചിന്റെ ബ്ലഡ് B അല്ലല്ലോ. അപ്പൊ ഈ കൈ മുറിച്ച് അവളുടെ ബ്ലഡ് അല്ലാന്ന് അവർക്ക് പാടുണ്ടായിരുന്നോ? ഇതൊന്നും നമുക്കറിയില്ല. അവരൊട്ടിച്ചു വെച്ചിട്ടുള്ളൂ. നമ്മളിതൊന്നും കിളി പൊളിച്ച് നോക്കുന്നില്ലല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ആരും നോക്കുന്നില്ലല്ലോ. അത് അങ്ങനെ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ബ്ലഡ് അല്ലേ ഡ്രസ്സിലുണ്ടാവണം. അന്ന് ശരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല മോൾ ഇങ്ങനെയാണ് മരിച്ചതെന്ന്. മോള് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മരണം എന്നുള്ളത് അമ്മ അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് ഇല്ല. അപ്പോഴും അവള് പോയിന്ന് മാത്രം അറിയാം. നമ്മളൊരു മരവിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിങ്ങനെ ഒരിക്കലും ഇവള് ആത്മഹത്യ ചെയ്യില്ല, ഇതിങ്ങനത്തെ കാര്യങ്ങളൊന്നും അവള് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അവള് അങ്ങനെയാണ് വീട്ടിൽ. അതിനുശേഷം മറ്റേ പെങ്ങള് എന്റെ രണ്ടാമത്തെ അനിയത്തി ഇങ്ങനെ അടുത്തിരിക്കുന്ന ചെറിയ ചെറിയ പാടുകൾ പോലെ മുഖത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു, തൊലി പോയതുപോലെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ ആ സമയത്തും നമ്മൾക്ക് ഈ ചിന്താഗതിയല്ലോ. നമുക്ക് പോലീസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മുഖത്ത് തൊലി പോയ പാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന അപ്പം ഇല്ല അത് ഈ അന്നത്തെ ദിവസം ഒരു 4 മണിയായി എന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മാൻ. അതുപോലെ തന്നെ ഈ അപ്പനെ കൊണ്ട് ഒപ്പിടിക്കാൻ നോക്കി. ഇത് FIR-ൽ ഒപ്പിടിക്കാൻ അപ്പൻ ഒപ്പിട്ടിട്ടില്ല. അപ്പനോട് മോള് കെട്ടിത്തൂങ്ങി നിക്കണത് കണ്ടു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടാൻ പറഞ്ഞു. അപ്പൻ ഒപ്പിട്ടില്ല. അപ്പൊ അപ്പൊ ഞാൻ കാണാത്ത കാര്യം എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല, ഞാൻ കാണാത്ത കാര്യം ഞാൻ എഴുതി ഒപ്പിടുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൻ കസേര എടുത്ത് പോലീസിനെ അടിക്കാൻ നോക്കി. അവിടെ നല്ല ബഹളം വെച്ചു. എന്നിട്ട് എന്റെ അനിയത്തിന്റെ ഭർത്താവാണ് ഈ ഒപ്പിട്ട് കൊടുത്തത്. അപ്പൊ SI വിജയകുമാറാണ് പറഞ്ഞത് അപ്പനെ ഒന്ന് മാറ്റി ഒതുക്കി ഇരുത്തിയിട്ട് എന്റെ അനിയത്തിന്റെ കെട്ടിയൻ ജോസ് കൊണ്ടൊന്ന് മാറ്റി ഇരുത്തിയിട്ട് വന്നിട്ട് ജോസിനെ കൊണ്ട് ജോസ് എഴുതിയതും നോക്കിയിട്ടില്ല, എഴുതാനും നോക്കിയില്ല,
ജോസ് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുത്തേക്കണത്. അപ്പൊ അപ്പൻ അതൊക്കെ ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൻ പോലീസിന് ആ CBIയുടെ റിപ്പോർട്ടിൽ ഓരോ പോലീസും പറഞ്ഞിട്ടുള്ള അതിനകത്തുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. ഈ സംഭവം കഴിഞ്ഞ ഉടനെ ഉണ്ടല്ലോ, ഈ ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛൻ തങ്കച്ചൻ ഞാളിയത്ത് ഞങ്ങളെ ധ്യാനത്തിന് കൊണ്ടുപോകാനാണ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ധ്യാനത്തിന് പോകാനായിട്ട്. മോളുടെ സംഭവം കഴിഞ്ഞിട്ട് ധ്യാനത്തിന് കൊണ്ടുപോകാൻ അപ്പനെയും അമ്മേനെയും കൊണ്ട് ധ്യാനത്തിന് കൊണ്ടുപോകാൻ ബുക്ക് ചെയ്തു. ഇതും ധ്യാനവും കൂടെ എന്താ ബന്ധം ഇരിക്കണേ? അവ ഈ പാവർട്ടിയില് ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഈ എൻ്റെ മോളുടെ മരണപ്പെട്ട ആ ദിവസം 3 ദിവസം മുന്നും അതിന് ഓരോ മാസവും നവംബർ അവസാനവും ഡിസംബർ ആദ്യവും ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ഈ ധ്യാനത്തിന്റെ ഇത്ര പ്രാധാന്യം ഈ നഴ്സിംഗ് സ്കൂളിൽ എന്തിനാ അവർ ഇത്രയധികം ധ്യാനം വെക്കുന്നത്? പിള്ളേരെ അവിടെ തെറ്റാണോ ചെയ്യുന്നത്? പാവാണോ ചെയ്യണത്? ഇത് ഇങ്ങനെ വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവര് എങ്ങനെ വരും ആത്മഹത്യയാക്കി തീർക്കണം. അപ്പൊ കൊച്ചിന്റെ പേരില് ഇതെല്ലാം വരുത്തി തീർക്കുക. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ, അമ്മ ഇപ്പൊ ഇത്രയും തെളിവുകള് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ തെളിവുകളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നല്ല, കോടതിയിലെ റിപ്പോർട്ട് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ റിപ്പോർട്ടുകളാണ് അതിനകത്തുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എന്തായിരിക്കാം മകൾക്ക് സംഭവിച്ചതെന്നാണ് അമ്മയ്ക്ക് പറയാൻ പറ്റുന്നത്? എനിക്കെന്ന് പറയാനുള്ളത്, അന്നും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഈ കൊച്ച് തലേ ദിവസം ഇട്ടിരുന്ന ഡ്രസ്സ് തന്നെയാണ് പിറ്റേ ദിവസം ഇട്ടിരുന്നെന്നുള്ളത്. മരണപ്പെട്ട സമയത്ത് ഇട്ട ഡ്രസ്സിന് വ്യക്തമായ തെളിവുണ്ട്. ആ ഡ്രസ്സിലാണ് നിറച്ച് ബ്ലഡ് ഉള്ളത്. വയലറ്റ് ചുരിദാർ. അത് കുട്ടികളും പറഞ്ഞു, ഇത് പോലീസും പറഞ്ഞു ഈ ഡ്രസ്സാണെന്ന് പറയാൻ കാണിച്ചു തന്നു. അത് നിറച്ച് ബ്ലഡാണ്. ഉണ്ട കൊത്ത് അതിങ്ങനെ എടുത്ത് കവറിൽ നിന്ന് എടുത്ത് പൊക്കുമ്പോ അത് വീഴുന്നില്ല, അതുപോലെ ഉണ്ടയായിട്ട് നിറച്ച് ബ്ലഡ് ഉണ്ട്. അത് വീഴുന്നില്ല. അപ്പൊ കുട്ടികൾ പറഞ്ഞു ഇതേ ഡ്രസ്സ് തന്നെയാണ് തലേ ദിവസം ഇട്ടിരുന്നതെന്ന്. അപ്പൊ ഈ തലേ ദിവസം ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഈ കൊച്ച് പിറ്റേന്ന് പള്ളിയിൽ പോകുമോ? പിന്നെ ഈ പരീക്ഷ എടുക്കുക ആരെങ്കിലും ചെയ്യോ? അവൾ ഒരിക്കലും അത് ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാ. അപ്പൊ ഈ തലേ ദിവസമാണ് ഈ മരണം സംഭവിച്ചേക്കണത്. പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് ഈ അരി ഭക്ഷണം ദഹിക്കാത്തതുണ്ട്. രാത്രിയിലെ ഭക്ഷണം അരി ഭക്ഷണം അത് ഇത്ര സമയം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. ഈ ഡ്രസ്സും ഈ അരി ഭക്ഷണവും ഇതെല്ലാം കൂടെ കൂട്ടിയ രാത്രിയിൽ പൊതുവെ അത് ഒരു ഇതുണ്ടല്ലോ, കന്യാസ്ത്രീമാരുടെ അടുത്തേക്ക് മോളിൽ പുറകിൽ നിന്നും പള്ളിയുടെ അവിടെ നിന്ന് ഒരു ഗേറ്റും സ്റ്റെയർ കേസും ഉണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഇവരുടെ നഴ്സിംഗ് സ്കൂളിൻ്റെ മുകളിലേക്ക്. അതൊരു കുത്തനെ ഇങ്ങനെ ഒരു സ്റ്റെയർ കേസാണുള്ളത്, ഏറ്റവും മുകളിലേക്ക് എത്താവുന്ന തരത്തിൽ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നും ഉണ്ട് ഇത്. അപ്പം ഈ മോളിൽ കയറിയ അവിടെ നിന്ന് നേരെ ഇവരുടെ അടുത്തേക്ക് ഇറങ്ങാം. അപ്പം മോളിൽ ഇറങ്ങാൻ കന്യാസ്ത്രീമാർ, ഏറ്റവും താഴെ കന്യാസ്ത്രീമാരാണ്. ഇതിൻ്റെ ഇടയിലാണ് ഈ പിള്ളേര്. അപ്പം പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അറിയാണ്ടല്ലോ, ഇവരറിയാണ്ട് അവിടെ ആരും തുറന്നു കൊടുക്കാനും ഇല്ല. വേറെ ആരും തുറന്നു കൊടുക്കാനും പറ്റില്ല. കന്യാസ്ത്രീമാർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ അറിവിലാണ് അവിടെ ഈ സംഭവങ്ങളെല്ലാം നടന്നേക്കണത്. അപ്പം അവരുടെ അറിവിൽ അച്ഛന്മാർ മുകളിൽ നിന്ന് ഇറങ്ങി വരിക, താഴേന്ന് ഇറങ്ങി വരിക, മുകളിൽ നിന്ന് ഇറങ്ങി വരികയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ കൊച്ച് ഒരു 10:30 വരെ ഇരുന്ന് പഠിക്കുമ്പോൾ കുട്ടികൾ കിടക്കാടി ഞങ്ങൾക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു. ഇത് കുട്ടികൾ പറഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ അവള് പറഞ്ഞു എനിക്ക് ഉറക്കം വരില്ല, ഞാൻ കുറച്ചുകൂടെ ഇരുന്ന് പഠിക്കട്ടെ. അത് ഇവള് ചെയ്യാറുള്ളതാണ്, വീട്ടിലായുള്ള അവള് ചെയ്യാറുണ്ട്. അവള് ഈ 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോൾ അവൾക്ക് ഉറക്കം വരുമ്പോൾ അവള് കിടക്കുക. എപ്പോൾ ഉറക്കം വന്നാൽ സന്ധ്യ രാത്രിയിൽ അവൾക്ക് ഉറക്കം വന്നാൽ അപ്പോൾ അവൾ ഉറങ്ങും. ഉറക്കം തെളിയുമ്പോൾ എണീറ്റിരുന്ന് പഠിക്കും. പണ്ടും അവൾ ചെയ്യാറില്ല. അത് കാരണം ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്ന് പുറത്തിരുന്ന് വരാന്തയിലിരുന്ന് പഠിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കാപ്പുറത്ത് ഈ സമയത്ത് ഈ അച്ഛന്മാരിറങ്ങി വന്ന് കണ്ടപ്പോൾ കണ്ണിൽ പെട്ടിട്ടുള്ള സംഭവത്തിൽ അറിയണ അച്ഛന്മാർ തന്നെയായിരിക്കുമല്ലോ. ആ ഒരു ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഇവളുടെ അറിവിൽ അതിന് മുന്നോ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അവളത് പറയേണ്ടതാ, പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊരു പ്രശ്നങ്ങളുണ്ടെന്ന്. പിന്നെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പലതും ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട് പലതും അവർ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഓരോ അവരുടെ പ്രശ്നങ്ങൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കന്യാസ്ത്രീ അവിടെ മരിച്ചു, അതെൻ്റെ മോള് വന്നപ്പോൾ അന്ന് 8 ദിവസം മുന്നേ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മച്ചി അവിടെ ഇങ്ങനെയൊരു കന്യാസ്ത്രീ മരിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണെന്ന് അറിയുമെന്ന്. അപ്പം ഇതിൽ അത് പിന്നീട് ഞങ്ങൾ അതിൻ്റെ പോസ്റ്റ്മോർട്ടം എടുത്തപ്പോഴാണ് പറഞ്ഞത് കയ്യിലും കറണ്ട് അടിച്ചതായിട്ടുണ്ട്, പിന്നെ വിഷം കഴിച്ചു എന്നാണ് ഇവർ പറയണത്. അപ്പോൾ അവരുടെ വീട്ടുകാരെ വരെ വിളിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല. അത് കാരണം കന്യാസ്ത്രീമാരാണല്ലോ, കന്യാസ്ത്രീ ഗർഭിണിയാണെന്നൊക്കെ ഉള്ളതാണ് അവരുടെ അറിവിലേക്ക് എത്തിയേക്കുന്നത്. അതുകൊണ്ട് അത് അവർക്ക് പുറത്തേക്ക് പറയാനോ എടുക്കാനോ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അവരത് പറയാനും പോയിട്ടില്ല. പിന്നെ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എടുത്തത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ മറ്റേ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് അപ്പുറത്തുള്ള ആളുകൾ എങ്ങാണ്ട് പള്ളിയിൽ പോകുമ്പോഴോ എപ്പോഴോ. അപ്പുറത്തുള്ളതല്ല, ഈ അന്ന് രാത്രി നടന്ന നേരം വെളുത്തപ്പോൾ രാവിലെ പള്ളിയിൽ പോയ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഈ ഇന്നലെ രാത്രിയിൽ ഇവിടെ ആരോ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്, ഇവിടെ കരച്ചിലും ബഹളം കേട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുമ്പോൾ തലേദിവസം രാത്രി സംഭവിച്ചതായിരിക്കുമല്ലോ. പിന്നെ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അരി ഭക്ഷണത്തിന്റെ ഇത് പറയുന്നുണ്ട്. പിന്നെ ഈ ഡ്രസ്സിന്റെ തന്നെ ഒന്നാമത്തെ തെളിവല്ലേ. ബാക്കിയെല്ലാം ഇവര് കുട്ടികളെ കൊണ്ട് പറയിപ്പിച്ച് വെച്ചിരിക്കുന്ന ഇതേ കാര്യം തന്നെ ഇവര് അപ്പന്റെ തലയെ കെട്ടി വെക്കാനും നോക്കിയത്. കുറെ കാര്യങ്ങൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. അത് അവരുടെ സംസാരത്തിൽ തന്നെ അവർ വരുത്തണതാണ്. പിന്നെ കുട്ടികളോട് അന്വേഷിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് ഞങ്ങളും വീട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ഞങ്ങളോട് കന്യാസ്ത്രീമാർ ചോദിക്കണം എങ്ങനെ തന്നെയാ അപ്പന്റെ കൂടെയുള്ള പൊറുതി മതിയായി എന്നുള്ളത് അവരുടെ വ്യക്തമായ ഭാഷകളാണെന്ന്. പല കന്യാസ്ത്രീമാരും ഇങ്ങനത്തെ വർത്തമാനങ്ങൾ. അവിടെ നഴ്സിംഗ് സ്കൂൾ ഉണ്ടോ? അവിടെ നഴ്സിംഗ് സ്കൂൾ അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് ഒരു കുട്ടിയുടെ ഇത് ഒരിടയ്ക്ക് അത് ഒരു കുട്ടി കൈമുറിച്ചെന്ന് കേട്ടു. പിന്നെ ഒരു കുട്ടി ഇപ്പം മരിച്ചതായിട്ടും കേട്ടു. അത് വീട്ടിൽ വന്നിട്ടാണ് മരിച്ചെന്ന്. അതൊക്കെ അവിടുത്തെ പ്രശ്നങ്ങളാണെന്ന് ഞാൻ കേട്ടത്. ചേട്ടായിക്ക് പേടിയില്ലേ ഇങ്ങനെ? എന്തിനാ പേടിക്കണേ? കാരണം ഇവരൊക്കെ ഇപ്പൊ വലുതായില്ലേ. അന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. സത്യം പറയാം, എന്റെ ഭർത്താവ് വരെ ഭയങ്കരമായിട്ട് പറയുമായിരുന്നു. ഭർത്താവിന് നല്ല ഭീഷണി ഉണ്ടായിരുന്നു. ഞാൻ ഈ ചാനലിൽ ഇഷ്ടം പോലെ സംസാരിക്കുമ്പോ വ്യക്തമായിട്ട് എല്ലാ ചാനലും, സൂര്യ, അമൃത, ഏഷ്യാനെറ്റ്, ഒത്തിരി ചാനൽ, എല്ലാ ചാനലും എത്ര ചാനലുണ്ടോ അവരെല്ലാം വന്ന് ഇവിടെ വന്ന് സംസാരിക്കും. അപ്പൊ ഞാൻ പറയുമ്പോ അപ്പന്റെ ഫോണിലേക്കാണ് വിളി വരുന്നത്. അപ്പന്റെ ഫോണിൽ വിളി വരുമ്പോ അപ്പനത് എടുത്ത് മാറുമ്പോ ഞാൻ ഫോൺ മേടിക്കാൻ എന്താ പറയണെന്ന് അറിയുമ്പോൾ അവരോട് ഞാൻ മറുപടി പറയാന്ന് പറയുമ്പോ അപ്പൻ അത് മേടിച്ച് അപ്പൻ തന്നെ കേൾക്കാറുണ്ട്. പക്ഷെ അപ്പന് നല്ല ഭീഷണി ഉണ്ടായിരുന്നുള്ളത് പല കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇനിയിപ്പോൾ അച്ഛന്മാരാണോ ആരാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ആളെന്നോട് പറയും ഇനി ഞാൻ ഇതിന്റെ പുറകെ ഇങ്ങനെ നടന്ന് പറയുമ്പം മോനെയും കൊലക്കി കൊടുക്കുമെന്ന് ചോദിക്കാറുണ്ട് അപ്പൻ. അപ്പോൾ അപ്പന് ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ അതുകൊണ്ട് പല കാര്യങ്ങളും ഞങ്ങൾ അറിയിക്കാറില്ല. ഇവർ മൂന്നാളും ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ. ഇപ്പം BSc നഴ്സിങ്ങിന് പോയി, അവർ രണ്ടാളും ജനറൽ നഴ്സിംഗാണ് പഠിപ്പിച്ചത്. അപ്പോൾ അവർക്ക് ഒരു വർഷം കൂടെ മുന്നേ ഇതാവും. ഇവൻ്റെ 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇവന് ജോലി ആവുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസം, ഇവർ ഓരോ വയസ്സിന് വ്യത്യാസമുള്ളൂ. ഇവൻ ബാംഗ്ലൂരാണ് പഠിക്കണത്, മറ്റേ മോള് ഇവർ രണ്ടാളും നാട്ടിലും. അപ്പോൾ ഇവനെ ആൺകൊച്ചായതുകൊണ്ട് ഇവനെ ദൂരെ വിട്ടു, മറ്റേ രണ്ടാളും ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ ഓരോ വയസ്സിന് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ ഇവർ അത്രയും എല്ലാവരും പഠിക്കണ സ്ഥലത്താണ്. ഇവൻ ആ സമയത്ത് ഇവിടെ നാട്ടിലേ ഇല്ല. ഇതിങ്ങനെ കേട്ടിട്ടാണ് ഇവനെ വിളിച്ചു വരുത്തുക ചെയ്തേക്കണേ. അപ്പോൾ ഇവനോട് ഇപ്പം CBI വരെ ചോദിക്കുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങൾ ഇവനോട് വരെ ചോദിച്ചേ. അവർ ഈ വീട്ടിലുള്ളവരോട് ചോദിക്കുന്ന നേരം കൊണ്ട് അവർ ആസ്പത്രി നടന്ന സംഭവത്തിൽ അവരോട് തന്നെ ചോദിച്ച് തെളിയിക്കേണ്ട കാര്യങ്ങളല്ലേ ഇത്. അതുപോലെ അപ്പനെ ഭീഷണിപ്പെടുത്തിയിട്ട് അപ്പനോട് ഇത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് എനിക്കറിയാം. അപ്പനോട് പറഞ്ഞത്, പോലീസുകാർ പറഞ്ഞത്. പിന്നെ പല ഇത് പുറത്തുനിന്നുള്ള ആൾക്കാരെ ആക്കാൻ വേണ്ടി ബ്ലഡ്, അതൊക്കെ ഇതിനകത്ത് നോക്കി അറിയാം. ബ്ലഡ് ഗ്രൂപ്പ് അവരുടെ നോക്കുന്നുണ്ട്, ഇവരുടെ മാത്രം നോക്കുന്നില്ല. ഇവരുടെ സെമൻ നോക്കിയാൽ എന്താ കുഴപ്പം? ഇവരല്ലേ ഈ അന്നത്തെ വികാരി ഡയറക്ടർ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ കൈ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഈ ബ്ലഡിൻ്റെ ഒരു ടെസ്റ്റ് നടത്തിയിട്ടില്ല. 6 മാസത്തിന് ശേഷമാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. അപ്പം നമുക്ക് ഈ ബ്ലഡിൻ്റെ ഇത് സംശയം നമുക്ക് വരുന്നില്ല. ഈ അച്ഛൻ്റെ കൈ മുറിഞ്ഞേക്കണ കണ്ടിട്ടുണ്ട്. അതിവിടെ വന്ന പലരും കണ്ടിട്ടുണ്ട്. പലരും പറയുന്നുണ്ട് അച്ഛൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഞാനും കണ്ടത് തന്നെയാണ്. പക്ഷെ അത് ഇങ്ങനെയാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണില്ല. പിന്നെ ഈ 6 മാസത്തിന് ശേഷം ഈ ഡ്രസ്സിൻ്റെ ടെസ്റ്റ്. അപ്പോൾ ഈ ബിജു ഭാസ്കർ സാറിൻ്റെ അടുത്തൊക്കെ ഞാനേ പറഞ്ഞു എൻ്റെ മോളുടെ ഡ്രസ്സ് ടെസ്റ്റ് നടത്തി സാറേ, അപ്പോൾ അറിയാം, എൻ്റെ സത്യം അറിയാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴത്തെ പിള്ളേരൊക്കെയാണ് നിങ്ങൾ അവിടെ ഇവിടെ ഒച്ച വെച്ച് ഇറങ്ങുന്ന ആൾക്കാരോട് പറഞ്ഞു. അന്ന് ഈ ശ്രീധരൻ തെറമ്പിൽ എന്ന് പറഞ്ഞൊരു ചേട്ടന് ആക്ഷൻ കൗൺസിലൊക്കെ കൂടിയിട്ടാണ് ആന്റണി ചിറ്റാട്ടൂർ എന്ന് പറഞ്ഞ എൻ്റെ അങ്കിളാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആക്ഷൻ കൗൺസിലൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അപ്പോൾ ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒച്ച വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാണെന്നൊരു പോലീസ് പറയണത്. ഇവരുടെ വീട്ടിലെ മക്കളൊക്കെ ഇങ്ങനെയാവുമോ? അവരവരുടെ വീട്ടിലെ മക്കളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഉറപ്പുണ്ടായിരിക്കും, അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ എല്ലാവരുടെ പിള്ളേരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇപ്പം പലരുടെയും കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. ഞാനിപ്പോൾ മിഷേൽ എന്ന് പറഞ്ഞൊരു കൊച്ച് മരിച്ചില്ലേ, അതിൻ്റെ കാര്യത്തിലും പോലീസുകാർ ഇങ്ങനെ തന്നെയാണ് കൊടുത്തക്കണേ. അവരുടെ ഇത് കേൾക്കുമ്പോഴും അത് 24 ചാനലിൽ സംസാരിച്ചത് ഞാൻ ഈ ഇടയ്ക്ക് കേട്ടു. അതിനകത്തും പോലീസുകാരാണ് ഈ തെളിവുകളെല്ലാം നശിപ്പിക്കണത്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്കൊന്നും ലോകത്ത് ജീവിക്കണ്ടേ, പെൺപിള്ളേർക്ക് ജീവിക്കണ്ടേ, ഈ വമ്പന്മാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? വെളുപ്പിന് ഒരു 2 മണി 3 മണിയുടെ ഇടയിലായിരിക്കാം ഞാനിങ്ങനെ നെഞ്ചത്ത് കിടന്നുറങ്ങുക. ആ സമയത്ത് എൻ്റെ മുന്നിൽ അവൾ ഇങ്ങനെ വന്നു നിന്ന് പറഞ്ഞു, അമ്മച്ചി എന്നെ അവർ കൊന്നു കളഞ്ഞു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മച്ചി, എന്നെ അവർ കൊന്നു കളഞ്ഞു, നമ്മൾ വിശ്വസിച്ചതുപോലെയൊന്നും അല്ല അമ്മച്ചി ഇവർ.